ഹായ്, നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് എന്നറിഞ്ഞിട്ടും അതിന് മനഃപൂർവ്വം നിന്നുകൊടുക്കേണ്ടി വന്നവരെ കണ്ടിട്ടുണ്ടോ? ചതിക്കുകയാണ് എന്നറിഞ്ഞിട്ടും ഒരു വിഡ്ഢിവേഷം കെട്ടി ബന്ധങ്ങളിൽ തുടരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരെ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അവരത് മനസ്സിലാക്കാതെ പോകുന്നു. ഈ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് നിങ്ങൾ ഒരാൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ തുടരുന്നത്. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാൽ പറ്റിക്കപ്പെടാനും വിഡ്ഢികളാക്കാനും എളുപ്പമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ മണ്ടന്മാരാകുകയാണ് പലരും പലപ്പോഴും ചെയ്യുന്നത്. റിലേഷൻഷിപ്പിൽ പോലും തൻ്റെ പാതിയെ മനഃപൂർവ്വം കള്ളം പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ട്. ചിലർ ഫ്രണ്ട്ഷിപ്പിൽ മുതലെടുക്കും. ഉദാഹരണത്തിന് ക്യാഷോ ഗോൾഡോ ഒക്കെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിക്കും. എന്നിട്ട് അത് തിരിച്ചു കിട്ടണമെങ്കിൽ പട്ടിയെപ്പോലെ പിറകെ നടന്ന് കെഞ്ചണം. എത്ര കെഞ്ചി ചോദിച്ചാലും വാങ്ങിയത് മൊത്തം തരില്ല. കുറേശ്ശെയായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ തന്നും തരാതെയും കണക്ക് തീർക്കും. ഇത്തരക്കാരോട് നോ എന്ന് തന്നെ പറയുക. പലർക്കും നോ എന്ന് പറയാൻ കഴിയില്ല. ഇവർ ഒന്നല്ല 9 വട്ടം അനുഭവിച്ചാലും പാഠം പഠിക്കാത്തവരാണ്. ചിലർ പണത്തിനു വേണ്ടി മാത്രം ബന്ധം സ്ഥാപിച്ചു പുലർത്തി പോരുന്നവരുണ്ട്. മറ്റു ചിലർ പലതായ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രവും 2 ഡേയ്സിനുള്ളിൽ തരാം അല്ലെങ്കിൽ 1 വീക്കിനുള്ളിൽ തരാം എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങി പോകുന്നവരുണ്ട്. പിന്നീട് അവരെ ആ വഴിക്ക് പോലും കാണില്ല. ചിലർക്ക് കടം കൊടുത്താലും ഇല്ലെങ്കിലും ആ ബന്ധം ഇല്ലാതാകും. കയ്യിലുള്ളത് കൊടുത്ത് കാല് പിടിച്ച് നടന്ന് ശത്രുവിനെ ഉണ്ടാക്കുന്നതിലും നല്ലത് ഇല്ല എന്ന് തുറന്നടിച്ച് പറഞ്ഞ് ബന്ധം ഇല്ലാതാക്കലാണ്. മറ്റൊരാൾക്ക് പറ്റിക്കാൻ വേണ്ടി ഒരിക്കലും നിന്നു കൊടുക്കരുത്. അങ്ങനെ പലതും പറഞ്ഞ് പലതരത്തിൽ പറ്റിക്കുന്നവരെ കണ്ടം വഴി ഓടിക്കാനുള്ള ഗഡ്സ്, ഒരു തെൻ്റേടം ഓരോരുത്തർക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് ചതിയുടെയും വഞ്ചനയുടെയും ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനാവൂ. ഒരാളാൽ ഒരിക്കൽ പറ്റിക്കപ്പെട്ടാൽ വീണ്ടും വീണ്ടും അയാളാൽ തന്നെ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ചതിക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്കറിയാം നമ്മളെ എങ്ങനെയൊക്കെ പറഞ്ഞ് വീഴ്ത്താമെന്ന്. നമ്മളെക്കുറിച്ച് നമുക്ക് പോലും ഇല്ലാത്തത്ര വ്യക്തമായ ധാരണകൾ അയാൾക്കുണ്ട്. അയാളുടെ ധാരണകളെ തെറ്റാണെന്ന് അയാൾക്ക് തോന്നിക്കാൻ ഒരിക്കൽ പോലും നമ്മൾ ഒരവസരവും കൊടുക്കുന്നുമില്ല. എന്ന് വെച്ചാൽ അയാൾ പറയുന്ന ഓരോ വാക്കും വെള്ളം തൊടാതെ നമ്മൾ വിഴുങ്ങുകയാണ് പതിവ്. മറുത്തൊരു പ്രതികരണം കേൾക്കാതെ അവർ പറയുന്നത് കേട്ട് അതനുസരിക്കുന്നത് അവർക്ക് ശീലമായി കഴിഞ്ഞു. അവർ ഭംഗിയായി പറ്റിക്കാൻ പഠിച്ചവരാണ്. പാവം, നിങ്ങൾ അതിന് നിന്നു കൊടുക്കാൻ വിധിച്ചവരുമാണ്. എന്നാൽ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്ക്. ഈ വിധി നിങ്ങൾ സ്വയം തന്നെ ഉണ്ടാക്കിയതല്ലേ? നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, അല്പമെങ്കിലും ഈ അവസ്ഥയോടൊന്ന് പൊരുതിയിരുന്നെങ്കിൽ ഒരു മാറ്റം വരാമായിരുന്ന വിധിയായിരുന്നു ഇതെന്ന് ഇനിയെങ്കിലും ചിന്തിക്കൂ. ചിന്തിച്ച് നല്ല മാറ്റത്തിനായി ഉണർന്ന് പ്രവർത്തിക്കൂ. എന്നും എപ്പോഴും ഒരാളാൽ പറ്റിക്കപ്പെടാൻ നിൽക്കാതെ കുറച്ചെങ്കിലും അവനവൻ്റെ മനസാക്ഷിക്ക് വേണ്ടി ജീവിക്കൂ. വിജയം സുനിശ്ചിതമാണ്. ബൈ മോട്ടിവേഷൻ മലയാളം.